ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നോമ്പുതുറ വിഭവമായ തരിക്കഞ്ഞിയാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ട് ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് 3 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുത്തിട്ട് ആ റവയൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതപ്പോൾ റവയൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് 1 കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് ഡൈല്യൂട്ട് ചെയ്ത തേങ്ങാപ്പാലാണ്. അതായത് 1/2 കപ്പ് തേങ്ങാപ്പാലും 1/2 കപ്പ് വെള്ളവും ചേർത്തിട്ട് ഡൈല്യൂട്ട് ചെയ്ത തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. കാരണം ആ റവ കട്ട പിടിക്കാതെയാണ് ചെറുതായി നമുക്കതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇത് അളവ് കറക്റ്റാണ് കാരണം ഒരുപാട് മധുരം ഇല്ല എന്നാൽ മധുരം ഇല്ലാതിരിക്കില്ല, ആ ഒരളവാണ് അത്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഇങ്ങനെ ചെറുതായി നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ പഞ്ചസാരയുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടും. അപ്പോൾ നമ്മുടെ റവയൊക്കെ ഒന്ന് ആ തേങ്ങാപ്പാലിൽ കിടന്ന് നന്നായിട്ട് തിളച്ച് കുറുകി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസിയിലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനപ്പോൾ ചെറു തീയിലാണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ മതി. കൂടുതൽ കുറുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തരിക്കഞ്ഞി വല്ലാതെ കട്ടി കൂടി പോകും. ഇനി നമുക്ക് ഇതിലേക്ക് 2 കപ്പ് കുറുകിയ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. കുറുകിയ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ചെറു തീയിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ തരിക്കഞ്ഞി ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്കൊന്ന് വറുത്തിടാം. വറുത്തിടുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 5-6 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഉള്ളി നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേനും അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിപ്പഴവും അതുപോലെ ചെറുള്ളിയൊക്കെ നെയ്യിൽ മുരിയുന്ന നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വറയിടാനുള്ള കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ തരിക്കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നെയ്യിൽ വറുത്ത് കോരിയ അണ്ടിപ്പരിപ്പും മുന്തിരിപ്പഴവും ചെറിയുള്ളിയും ഒക്കെ ഞാൻ തരിക്കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്തോളൂ കേട്ടോ. ഞാനത് മറന്നുപോയി. അപ്പോൾ
നമ്മുടെ തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ റമദാൻ നോമ്പ് തുറയ്ക്കുള്ള തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെയധികം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, വളരെയധികം ടേസ്റ്റാണ് കേട്ടോ ഇതിന്. പാകത്തിന് മധുരം, പാകത്തിന് എല്ലാം ഉണ്ട്. അപ്പോൾ റമദാൻ നോമ്പ് നോക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും നല്ല റമദാൻ ദിനങ്ങൾ ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.